ഹലോ ഗായ്സ്, ഫുഡ് ഫൺ ഡ്രൈവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒക്കെ കണ്ടിട്ട് ഇനി നേരെ വഡോദരയ്ക്ക് പോവാം കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഇനിയിപ്പോൾ ഒരു 1.5 മണിക്കൂറോടുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. ഇപ്പം സമയം 1 മണി. അപ്പോൾ 2:30 ആകുമ്പോഴത്തേനും നമ്മൾ അവിടെ എത്തും. സമയം പോവാന്നേ ഉള്ളൂ. നമ്മളിപ്പം ഇതൊക്കെ കുറെ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ട് വിശക്കുന്നതുമില്ല. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടാണെങ്കിൽ നമുക്ക് ഫുഡൊക്കെ വാങ്ങിയാലും മതി. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡ് നല്ല റോഡാണ് കേട്ടോ. അതായത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിന്ന് വഡോദരയിലേക്ക് പോകുന്ന റോഡ്. ഇങ്ങനെ വന്ന റോഡൊക്കെ ഭയങ്കര അകത്തെ റോഡും അല്ല നമ്മൾ ഇന്നലെ വന്നത്. കാരണം നമ്മൾ വന്നപ്പോ അവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഇടുങ്ങിയ റോഡാ, ഭയങ്കര പൊളിഞ്ഞ് കിടക്കുന്ന റോഡായിരുന്നു. ഈ റോഡ് നല്ല റോഡാണ്. കാരണം ഇവിടെ ഇപ്പൊ 63 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് ആകെ 1 മണിക്കൂറേ കാണിക്കുന്നതും ഉള്ളു. ഇപ്പൊ നല്ല റോഡായോണ്ടാണ്. സൈഡിൽ ഫുള്ള് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നതിൻ്റെ തൊട്ട് അത് കോട്ടൺ ചെടിയാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മളതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ 2 സൈഡും ഫുള്ള് പഞ്ഞി പോലെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടത്തിന് കണ്ട എന്നൊക്കെ കണ്ടോ പഞ്ഞി, ഇവിടെ ഫുള്ള് ഇങ്ങനെ കിടപ്പുണ്ട്. ഇത് ഇതാന്ന് തോന്നുന്നു കേട്ടോ, കോട്ടണാ ആണ്. ഇത് കണ്ടോ കോട്ടൻ്റെയാ. ചിലതിലൊക്കെ പൊട്ടി പൊട്ടി നിൽപ്പുണ്ട്. ഇവിടെ ഫുള്ള് ഇങ്ങനെ കേട്ടോ. നമ്മൾ ഈ ചില ഹിന്ദി സിനിമയിലൊക്കെ കാണത്തില്ലേ, പാട്ട് ഒക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് രാവിലെ ഇങ്ങനെ മഞ്ഞൊക്കെ കിടന്ന് അതേലത്തെയാ ഒരു ഇതാ നമുക്ക് കാണുമ്പോൾ 2 സൈഡിലും ഫുള്ള് ഇത്. 2 സൈഡിലും കോട്ടന്റെ കൃഷിയാണ് കേട്ടോ. നമ്മൾ പോകുമ്പോൾ കാണുന്ന അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ട്. ഇതിപ്പം ചെടി ഇങ്ങനെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് കാണത്തില്ല. നമ്മളെ പലതരത്തിലുള്ള കൃഷികളാണ്. നമ്മൾ ആദ്യം തമിഴ്നാട് കയറിയപ്പോൾ അവിടെ ഫുള്ള് നെല്ലിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കർണാടക കയറിയപ്പോൾ അവിടെ ഫുള്ള് ചോളമായിരുന്നു. കരിമ്പും ഉണ്ടായിരുന്നു. പിന്നെ ഗുജറാത്തിൽ കയറിയപ്പോൾ ആദ്യം കുറേ ഭാഗം ഇതായിരുന്നു, കരിമ്പായിരുന്നു. പിന്നെ ഇപ്പം കോട്ടൺ. മഹാരാഷ്ട്ര അവസാനം, ഗുജറാത്ത് ആദ്യം കുറേ കരിമ്പായിരുന്നു. പിന്നെ ഇവിടെ ഫുള്ള് ഈ ഒരു സ്ഥലം തൊട്ട് ഫുള്ള് കോട്ടണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ഏരിയ തുടങ്ങിയാൽ പിന്നെ കുറേ ദൂരം ആ കൃഷി തന്നെ. ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയത്ത് വരാമെങ്കിൽ ഇത് ഫുള്ള് ഇങ്ങനെ റോഡിൽ ഇവരിട്ട് ഉണക്കുകയും. ഇതിനിപ്പം പഞ്ഞിക്കിപ്പം അങ്ങനെ ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കിയെല്ലാം നമുക്ക് റോഡിലിട്ട് ഉണക്കുകയും എല്ലാ പ്രോസസ്സും ഒക്കെ. ഇപ്പം ചോളമാണെങ്കിൽ എല്ലാം അത് ഒരു മെഷീൻ വെച്ച് അവർ ആദ്യം കട്ട് ചെയ്തെടുക്കും. പിന്നെ അത് ഇങ്ങനെ നമ്മൾ അടത്തിയെടുക്കാൻ വേണ്ടി വേറെ ഒരു മെഷീൻ കേട്ടോ. അതിങ്ങനെ മണ്ടേന്ന് താഴോട്ടിടും. അപ്പോൾ ഒരു സൈഡിൽ കൂടി ഇത് ഇങ്ങനെ ചോളം അടത്തിയത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവരതൊരു ചെറിയ ബക്കറ്റല്ല, ചെറിയ നമ്മുടെ സിമെന്റ് അല്ല സിമെന്റിന്റെ ചട്ടിയുടെ കൂട്ടത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ സാധനത്തിൽ പിടിക്കും, മാറ്റി ഇടും. അങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നുണ്ട്, നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും. പിന്നെ കരിമ്പിന്റെ എല്ലാം വെട്ടി നമ്മൾ കണ്ടല്ലോ, ഒരുപാട് ട്രാക്ടറിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലത്തുനിന്ന് വേറെ എവിടോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല. അതും നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. നമ്മളെ അപ്പോൾ ഇവിടെ വരുന്ന വഴിക്ക് ഒരു കൊച്ചു കട കണ്ടിട്ട് ചായ കുടിക്കാൻ നിർത്തിയ കേട്ടോ. ഇതാ അപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരുന്ന ഹൈവേ. അപ്പോൾ അവിടുന്ന് നമ്മളിത് ഇങ്ങനെ ചെറിയ ചെറിയ കടകൾ കാണാം. അപ്പോൾ ഇവിടുന്ന് ഒരു ചായ കുടിച്ച് നോക്കാമെന്ന് കണ്ട് കയറിയത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പുള്ളി ഇതൊക്കെ കത്തിച്ചുണ്ടാക്കുക കേട്ടോ. ഇവിടെ തേണ്ട ഇതേലത്തെ മറ്റേ കഴിക്കുന്ന കുറച്ച് സാധനമൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ എന്തോ കൃഷിയാട്ടോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആൾക്കാർ നടന്ന് ചെയ്യുന്നതും. പിന്നെ ഇങ്ങനെ കമ്പൊക്കെ കുത്തി വെച്ചേക്കുന്നതും. പിന്നെ അവിടെ മൊത്തം പോത്താണെന്ന് തോന്നുന്നു. പോത്തും പശുവൊക്കെ അത് നടക്കുന്നതൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ തണുപ്പ് കേട്ടോ. അതുകൊണ്ട് ഈ തണലത്തൊക്കെ നിൽക്കാനൊക്കെ ഭയങ്കര രസമാണ്. നമുക്ക് നിന്നാൽ നമ്മൾ കുറേ നേരം ഇങ്ങനെ അങ്ങ് നിന്ന് പോകും. അങ്ങനെ നല്ല രസമാണ്. ഞാനിങ്ങനെ ഒരു ചായ എന്നാൽ ഇവിടെയൊക്കെ നിന്ന് ഇതൊക്കെ കണ്ട് കുടിക്കാമെന്ന് കണ്ട ഇങ്ങോട്ട് കയറിയത്. ചായ നല്ല ചായ കേട്ടോ, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ചായ കുടിച്ചു കേട്ടോ. നല്ല
ചായ ആയിരുന്നേ. ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല മധുരം കുറച്ച് നല്ല ടേസ്റ്റ് ഉള്ള ചായ. അപ്പം പുള്ളിക്ക് 10 രൂപയുള്ള ഒരു ചായക്ക്. നമ്മളപ്പം വീട് ഇവിടെ അടുത്താന്നൊക്കെയാ പറഞ്ഞത്. പുള്ളി ഒരു കട്ടില് പോലെ അവിടെ കടയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലിരുന്ന് ഇങ്ങനെ ഫോണിൽ എന്തൊക്കെയോ കാണുമായിരുന്നു നമ്മൾ വന്നപ്പോ. പിന്നെ ചായയൊക്കെ ഇങ്ങനെ അപ്പോഴാണ് പാലൊക്കെ എടുത്ത് ചായ തിളപ്പിച്ച് അങ്ങനെ ഇഞ്ചിയൊക്കെ ഇട്ട് അങ്ങനെ തരുമായിരുന്നു കേട്ടോ ചായക്ക്. നമ്മളിങ്ങനെ കൊച്ചു കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോ കറക്റ്റ് പൈസ എടുക്കാറുള്ളൂ. അല്ലാതെ നമ്മള് മേടിക്കുമ്പോ 20, 25 എടുത്ത ഒട്ടും ടേസ്റ്റും ഇല്ലാത്ത ചായയൊക്കെ ആയിരിക്കും. ഇത് നല്ല ചായ 10 രൂപയ്ക്ക്. അതുപോലെ പലയിടത്തും പല രീതിയിലുള്ള ചായ കേട്ടോ. കർണാടകയില് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഭയങ്കര മധുരമുള്ള ചായ. ഇതെന്ന് പറഞ്ഞാ എനിക്കത് ഇഷ്ടമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആവശ്യത്തിന് മധുരമേ ഉള്ളു ചായക്ക്. ആവശ്യത്തിന് മധുരം, നല്ല ഇഞ്ചിയുടെ ടേസ്റ്റ്. അങ്ങനെ നമ്മള് ഇങ്ങനെ അത്യാവശ്യം കപ്പിന്റെ അകത്ത് നമുക്ക് കുടിക്കാൻ പാകത്തിന്. വലുതുവാ. മറ്റേതൊക്കെ നമുക്ക് 20 രൂപക്കൊക്കെ കിട്ടിക്കൊണ്ട ചായ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളു കപ്പ്. നമ്മുടെ 2 വിരൽ ഇങ്ങനെ പിടിക്കാനുള്ള കപ്പേ ഉള്ളു. അതുപോലെ ഇതുവരെ വന്നതില് നമ്മൾ ഇങ്ങനത്തെ കൊച്ചു കടയിലും ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് കയറുമ്പോ അവരെപ്പോഴും ചെറിയ പൈസ മേടിക്കുന്നുള്ളു. അല്ലാത്തവരാണ് ഈ വലിയ പൈസകൾ, ഒരുപാട് പൈസകൾ മേടിക്കുന്നത്. ഇത് കണ്ടോ, ഇത് കുറെ പോത്തിങ്ങനെ ക്രോസ് ചെയ്ത്. ഇത് കണ്ടോ, ഇവിടെ കുറെ എരുമകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. എരുമയും പിന്നെ പശു ഒരു പശു ഉണ്ടായിരുന്നു. പശു 2. ഇതല്ല എരുമയാ. അല്ല, സൈഡിൽ കൂടെ പശു പോകുന്നുണ്ട്. കണ്ടോ, എരുമകൾ ഇങ്ങനെ പോവുക. പിന്നെ ട്രാക്ടറൊക്കെ ഫ്രണ്ടിൽ പോകുന്നു. ഇവിടെയും ട്രാക്ടർ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇവിടെ ഉണ്ട്. നമ്മള് എവിടെയായിരുന്നു ട്രാക്ടർ അധികം? മഹാരാഷ്ട്രയിലാന്ന് തോന്നുന്നു ട്രാക്ടർ അധികം കാണാൻ. ഇവിടുത്തെ ട്രാക്ടർ പിന്നെ സാധാ ഇങ്ങനെ പോവുക. മറ്റേ പാട്ടും ബഹളവും ഒച്ചയൊന്നും ഇല്ല. അതൊക്കെ ഇവിടുത്തെ ട്രാക്ടറുകളാണ്. അത് കർണാടകയിലെ. അതാണ് ഉറക്കെ പാട്ടൊക്കെ ഡെക്കറേഷൻ ഒക്കെ വെച്ച് ഭയങ്കര രസമാണ് കാണാന്. ഡെക്കറേഷനും കാണാൻ രസമാണ്. ഇവിടെ കണ്ടോ, പിന്നെ എല്ലാ ജംഗ്ഷൻ മീൻസ് ഒരു സ്റ്റോപ്പിലും ഇങ്ങനെ പോലീസ് ഉണ്ട്. ശരിയാ, എല്ലായിടത്തും എല്ലായിടത്തും ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിന്ന് ഇറങ്ങി പിന്നെ എല്ലാ സ്റ്റോപ്പിലും ഇങ്ങനെ പോലീസ് ഇരിക്കുന്നതെന്ന് അറിയില്ല. ഇനിയിപ്പോ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടിരിക്കുകയാണ്. ഇന്നലെ ആയിരുന്നല്ലോ മറ്റേ ഡൽഹി സ്ഫോടനമൊക്കെ. അപ്പൊ സെക്യൂരിറ്റി ആണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഒരു അത്രയും വലിയൊരു സ്ഥലമായതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതാണോന്ന് അറിയില്ല. അത് ഇനി എപ്പോഴും ഇങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അവൻ പറഞ്ഞായിരുന്നു എന്തോ ഒരു പ്രോഗ്രാം എന്തോ നടക്കുന്നുണ്ട്. അത് കാരണം ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒക്കെ ഒരുപാട് പേര് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ അതൊക്കെ കാരണം ഒരു സേഫ്റ്റി വരായിട്ടാണോന്നും അറിയത്തില്ല. നമ്മൾ വന്നപ്പോ എല്ലാം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പിൽ ഓരോ പോലീസുകാർ വെച്ച് ഉണ്ട്. അതേണ്ട ഇവിടെ ഇരിപ്പുണ്ട്. അതിനി ഇവിടെ ഇങ്ങനെ ആണോന്നും നമുക്ക് അറിയില്ല കറക്റ്റ്. ഇത് കണ്ടോ, ഇത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ റൈറ്റ് സൈഡിൽ കണ്ടതാ കേട്ടോ. ഇതിപ്പോൾ അമ്പലമാണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് ബോർഡൊന്നും ഇല്ല, അടച്ചേക്കുക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. ഇത് നമ്മുടെ അബുദാബി ടെമ്പിളിൻ്റെ ഒക്കെ കൂട്ടുണ്ട്. ഒരു ചെറിയ മിനിയേച്ചർ മോഡലൊക്കെ പോലെ ആ ഗോപുരമൊക്കെ. എന്തോ അമ്പലം അങ്ങനെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 30 മിനിറ്റ് കൂടെ ഉണ്ട്, അരമണിക്കൂർ, 26 കിലോമീറ്റർ. അപ്പോൾ നമുക്കിനിയിപ്പോൾ അങ്ങോട്ട് പോവാം. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് പേരക്ക കടകളാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. ഒരു 6-7 കടയുണ്ട്. അത് പക്ഷെ അടുപ്പിച്ചടുപ്പിച്ച് ഇവരിയ്ക്കുന്നത് കണ്ടാ. ഒരു 2 എണ്ണം തമ്മിൽ ഒരു ഇത്തിരി വ്യത്യാസം. ഇതൊരു റെയിൽവേ ക്രോസ് ആട്ടോ. അതിന്റെ ബ്ലോക്കാ. എനിക്കത് അടച്ചേക്കുമായിരുന്നു തോന്നുന്നു. ഇപ്പൊ തുറന്നതായിരിക്കും. ഇന്നലെ ഞങ്ങൾക്ക് ഒരു റെയിൽവേ ക്രോസിലെ ബ്ലോക്ക് കിട്ടി. എൻ്റെ അമ്മ ഒരു ലോറി എല്ലാം കൂടെ. അതൊരു ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇതിപ്പോ നീങ്ങുന്നുണ്ട്. നമ്മളിപ്പോ വഡോദര എത്തി. അപ്പൊ നമ്മളിങ്ങനെ റൂം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കൊറേ 2-3 സ്ഥലത്ത് നമ്മൾ കേറി നോക്കി, പക്ഷെ അതൊന്നും അത്ര നല്ലതല്ല. അപ്പം വേറെ 2 സ്ഥലം നമ്മളപ്പോ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാന്ന് ഓർത്തു.
ഇപ്പൊ സമയം 3 മണി കഴിഞ്ഞു. ഇതും കൂടെ പോയി നോക്കാം ഏതാ നല്ലതെന്ന് വെച്ചാ അതെടുക്കാൻ, നല്ലത് നോക്കി എടുക്കാന്ന് ഓർത്ത്. അപ്പം ഒരു ഒയാസിസ് എന്ന് പറഞ്ഞൊരു റിസോർട്ടും പിന്നെ വേറെ ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. കണ്ടോ, എന്തൊരു കവാടം പോലെ ഉണ്ട്, ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട് ഇവിടെ. എന്താണെന്ന് അറിയില്ല കേട്ടോ. ശരി, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒരു മാർക്കറ്റ് പോലെ ഉണ്ട് കേട്ടോ. അത് ടിബറ്റൻ മാർക്കറ്റ് എന്നാ, ഒരു വലിയൊരു കോമ്പൗണ്ടില് വെച്ചിരിക്കുന്നതാ. ഈ ലെഫ്റ്റ് സൈഡ് നോക്കി അതുപോലെ മരമൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. ഇവിടെ എല്ലാം നല്ല നീറ്റ് കേട്ടോ, എല്ലാം നല്ല നീറ്റായിട്ട് കിടക്കുക. ഇത് കണ്ടോ ഈ പാലം, ഇത് പാലമല്ല, ഈ പാലത്തിന്റെ ലെഫ്റ്റ് സൈഡ് കണ്ടോ ഫുള്ള് കളറൊക്കെ അടിച്ച് റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ അതൊക്കെ എല്ലാ കളറും ഉണ്ട്, മൾട്ടി കളർ. അതെ, ഇവിടെ കണ്ടോ എന്താണോ ഇത്, മുകളിൽ സോളാർ പാനലാ വെച്ചിരിക്കുന്നത്. അറിയത്തില്ലല്ലോ, ഇതൊരു ടണല് പോലെ നല്ല തണലുണ്ട് കേട്ടോ. റൈറ്റ് സൈഡ് മരം വെച്ചേക്കുവാ, നല്ല രസം. നമ്മുടെ എന്താ മറ്റേ ഗ്രീൻ ഹൗസ് ഒക്കെ പോലെ ഉണ്ട്. നമ്മൾ അന്ന് ഇവിടെ പോയില്ലേ, നമ്മുടെ അവിടെ അബുദാബിയില, അതുപോലെ ഉണ്ട്. അതുപോലെ അടിയിലൊരു തണുപ്പും ഉണ്ട് അതിന്റെ അടിയിൽ കയറുമ്പോൾ. അപ്പോൾ ഇവിടെ വന്ന് കേട്ടോ, ഞങ്ങൾക്കൊരു ഹോട്ടൽ കുറച്ച് തപ്പി നടന്ന ഒരു ഹോട്ടൽ കിട്ടിയതാ. ഒയാസിസ് ഹോട്ടൽസ് എന്ന് പറഞ്ഞ് ഒരെണ്ണം കിട്ടി. ഇതാ കേട്ടോ, ഈ ഒരു ഹോട്ടലാണ്. ഇവിടെ നമ്മൾ റൂം എടുത്ത്. അപ്പോഴേ നമ്മളിവിടെ റൂമിൽ വന്നു കേട്ടോ. ഇതാ നമ്മുടെ റൂം, ഞാൻ കാണിച്ചു തരാം. ഇതാ ബാത്റൂം കേട്ടോ, ഇതാണ് ബാത്റൂം. ഇത് നേരെ വരുമ്പോൾ ഇത് ബെഡ്റൂം. ഒരു എക്സ്ട്രാ മാട്രസ് കൂടെ അവരിടും കേട്ടോ. ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു ടേബിളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഒരു പഴയ രീതിയിലുള്ള ഒരു ഹോട്ടൽ. ഇത് കണ്ടോ, ഇതൊരു ബാൽക്കണി കേട്ടോ, നമുക്കിവിടെ ഇറങ്ങാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമുക്കിവിടെ ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും ഇതേപോലെ. നമുക്ക് ഈ ടൗൺ ഫുള്ള് കാണാം. നമ്മളപ്പം റൂമിൽ നിന്ന് കൊണ്ട് സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ കേട്ടോ. എവിടെയാ? ലക്ഷ്മി വിലാസ് പാലസ്. ഇവിടെ അടുത്താണ്, 3 കിലോമീറ്റർ ആണുള്ളത്. 10 മിനിറ്റ്. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് അവിടെ പോയി നോക്കാൻ ഓർത്തു. ഇതൊരു ചെറിയൊരു എന്താ പറയുക, കുറച്ച് ഒരു ചെറിയ ടൗൺ പോലെ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ. എനിക്ക് തോന്നുന്നു കുറെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ എന്തൊക്കെയാ വെച്ചിട്ടുണ്ട്, എന്നിട്ട് അത് നോക്കണം. നമ്മള് കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. നമ്മള് യൂണിറ്റിയുടെ അവിടുന്നൊക്കെ കുറച്ചിരുന്ന് കഴിച്ചായിരുന്നു രാവിലെ. നോക്കാം എന്താ നോക്കി എന്താ അവസ്ഥ നോക്കിയിട്ടാ. ഇത് കണ്ടോ, ഇവിടുത്തെ വഴി നല്ല സൂപ്പറാണ്. ഫുള്ള് മരമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. 2-3 അല്ല, ഇപ്പം റോഡ് ഇപ്പൊ 4 ആയിട്ട്, അപ്പുറത്തും ഇപ്പുറത്തും ചെറിയ വഴി. അപ്പൊ 4 സെക്ഷനായിട്ട് ഇങ്ങനെ മരങ്ങൾ പിടിച്ച, അപ്പുറത്ത് ബിൽഡിങ്, അതിന്റെ നടുക്ക് മരം, പിന്നെ റോഡ്, പിന്നെ മരം, പിന്നെ ഒരു റോഡ്, പിന്നെയും മരം, അത് കഴിഞ്ഞ് ബിൽഡിങ്. അങ്ങനെ നല്ലതാണല്ലേ. നമ്മൾ ഒത്തിരി പോലീസുകാരെ കാണുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും പോലീസുകാരാ. കണ്ട, റോഡിലൂടെ പോകുന്നു, അതുപോലെ സൈഡിൽ അവിടെ ഇവിടെ നിൽക്കുന്നു. ഇത് പോലീസ് കമ്മീഷണറിന്റെ ഓഫീസാ ഇവിടെ. കണ്ട, ഇവിടെ നമ്മള് അങ്ങോട്ട് പോയപ്പോ കൊറേ ടിബറ്റൻ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് കണ്ടില്ലേ, അത് ഇതിന്റെ അകത്താ കേട്ടോ. കണ്ടോ, സയാജി കൂളൻ മാർക്കറ്റ്, പിന്നെ ഇപ്പുറത്ത് എവിടെയോ ടിബറ്റൻ റെഫ്യൂജി മാർക്കറ്റ്. ഇവിടെ കണ്ടോ, എല്ലാത്തിനും 50-20 ആണെന്ന് തോന്നുന്നു പ്രൈസ്. എന്തൊക്കെയാ അങ്ങനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പാർക്കിംഗ് ആണ്, എനിക്ക് അറിയത്തില്ല കേട്ടോ. അറിയില്ല, എൻട്രി വേറെ സ്ഥലത്തൂടെ അങ്ങനെ. ഇതിൻ്റെ അകത്ത് കുറെ സംഭവങ്ങളുണ്ട് കണ്ടോ. ഫൺ ബ്ലാസ്റ്റ്, എന്തോ ഫുഡിന്റെ സംഭവങ്ങൾ, അങ്ങനെ കുറെ ഉണ്ട് അതിനകത്ത്. എനിക്കൊന്നും എന്തോ ഫെസ്റ്റ്
പോലെയൊക്കെ വരത്തില്ലേ നമ്മുടെ അവിടെ, അങ്ങനത്തെ എന്തെങ്കിലും ആണോന്ന് അറിയില്ല. കണ്ട ഇവിടെ ഐ ലവ് ഇന്ത്യൻ ആർമി എന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ആർമിയുടെ എന്തെങ്കിലും ആണോ? നമ്മള് നേരത്തെ കണ്ട കവാട റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം. ഇപ്പൊ ട്രാഫിക് അല്ല സിഗ്നലാണ് ഇവിടെ. ബോർഡൊന്നും ഫ്രണ്ടിൽ വെച്ചിട്ടില്ല, അടച്ചേക്കോ, അത് ഗേറ്റ് ഒക്കെ അടച്ചിട്ടേക്കോ. നമ്മള് ഒരു ഇത് കണ്ടില്ലേ കവാട പാലസിന്റെ ആയിരുന്നു, ലക്ഷ്മി വിലാസ് പാലസിന്റെ ആയിരുന്നു ശരിക്കും. നമ്മള് ബോർഡൊന്നും കണ്ടില്ലെന്നോർത്ത് നമ്മള് എന്തുവാന്നും ആലോചിച്ചിരിക്കുവായിരുന്നു. സത്യത്തിൽ ഈ പാലസിന്റെ ആണത്. കണ്ടോ, പാലസിന്റെ ഒരു ഗോപുരം പൊങ്ങി നമുക്ക് കാണാം. ഇത് കണ്ടോ, ഇതാണ് പാലസ്. പാലസിന്റെ പാർക്കിംഗ് ഇവിടെ. അപ്പം നമ്മളിവിടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടു. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാനുണ്ട്. ഇത് കണ്ടോ, ഇതാണ് പാലസ്. അപ്പം നമ്മൾ അകത്ത് കയറുന്നില്ല. ഞാൻ ചോദിച്ചപ്പോൾ 250 രൂപ ഒരാൾക്ക് പാസ് കേട്ടോ. ഇത് 5 മണിക്ക് അടയ്ക്കും. അപ്പം നമുക്ക് ടൈം 4:30 അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഇത്രയും വലിയ പാലസ് കണ്ട് തീർക്കത്തില്ല. അപ്പം നമ്മുടെ പൈസയും വേസ്റ്റ് ആവും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടിട്ട് പോകുന്നു. ഇവിടെ കുറെ തത്തയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടോ, ഫുള്ള് മരവും ഇങ്ങനെ തത്തകളും കിളികളൊക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ പുറത്തൊക്കെ നിൽക്കാൻ നല്ല രസമായിരിക്കും. നമ്മളപ്പം വണ്ടി കയറി. ഇപ്പം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാട്ട്. റൂമിൽ ചെന്ന് ഫ്രഷായി ഇന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കണം. കാരണം നമ്മളിപ്പം എല്ലാ ദിവസവും താമസിച്ചല്ലേ എത്തുന്നത്. റൂമിൽ താമസിച്ചെത്തി പിന്നെ രാവിലെ എഴുന്നേറ്റ് പോലെ. അപ്പം നമുക്ക് ഇപ്പോഴേ ചെന്ന് ഫ്രഷ് ആയൊക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നേരത്തെ കിടക്കാം. നാളെ അപ്പം നമുക്ക് രാവിലെ എഴുന്നേറ്റ് 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോകാമെന്ന് ഓർക്കണം. അപ്പം നേരത്തെ കിടക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പോകാം. ഇപ്പൊ സമയം ഒരു 5 മണിയായോ? 4:45 ഉള്ളൂ. നമ്മളപ്പം നമ്മൾ ഹോട്ടലിൽ കൊണ്ട് നമ്മുടെ കാറ് പാർക്ക് ചെയ്ത് കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മറ്റേ വടാപ്പാവ് അങ്ങനെ പാനിപ്പൂരിയൊക്കെ കടയുണ്ടോന്ന് നോക്കി ഇറങ്ങിയതാ. ഇത് കണ്ടോ, ഒരു പഴയ കെട്ടിടം. ഇവിടെ കുറേ പഴയ കെട്ടിടമുണ്ട് കേട്ടോ. 2 മോള് പോലാണ്. ഇത് 2 അടച്ചു വെച്ചാണ്. പൊളിഞ്ഞ് അങ്ങനെ ഒരു ഇത് പിടിച്ച് കിടക്കുക. അത് നമ്മളപ്പോൾ ഈ പാനിപ്പൂരി ഇങ്ങനെ ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡ് കണ്ടു. അപ്പോൾ നോക്കാമെന്നുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ക്ലോക്ക് ടവർ ആണ്. ടൈം കറക്റ്റ് ആട്ടോ, 5:05 അതിൽ കാണിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഏരിയ. ഇവിടെ ഫുൾ പാനിപ്പൂരി, ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡൊക്കെയാണ് കേട്ടോ. പാനിപ്പൂരിക്കട ആ സൈഡിലും ഈ സൈഡിലൊക്കെ ഉണ്ട് ഒത്തിരി. ഞങ്ങൾ അപ്പോൾ ഇവിടുത്തെ കടയിൽ കയറി കേട്ടോ. അപ്പോൾ ഇവിടെ പാവുണ്ട്. ഞങ്ങളോർത്ത് രാത്രിയിൽ തന്നെ പുലാവും മേടിക്കാമെന്ന്. അപ്പോൾ അതെല്ലാം പറഞ്ഞു കേട്ടോ. ഈ വടാപ്പാവാണ്. ഇതാ വടാപ്പാവ്. ഇത് സ്വീറ്റ്, ഇതെന്താണെന്ന് അറിയത്തില്ല. ഇത് സ്പൈസി കേട്ടോ. അപ്പോൾ ഇത്ര ഇത് ഞങ്ങൾ മേടിച്ചു. നമ്മളെ അപ്പോൾ ഒരെണ്ണം കൂടെ മേടിച്ചു കേട്ടോ. ബട്ടർ ദബേലി എന്ന് പറഞ്ഞ് ഒരെണ്ണം കൂടെ നമ്മൾ മേടിച്ചു കേട്ടോ. ഇതാ. അപ്പോഴേ നമ്മളിവിടുന്ന് കഴിച്ചിട്ടൊക്കെ ഇറങ്ങി കേട്ടോ. ആ രണ്ടാമത് മേടിച്ച ബട്ടർ ദബേലി ഇല്ലേ, അതായിരുന്നു ഭയങ്കര സൂപ്പർ സാധനം. അപ്പോൾ ഞങ്ങൾ അതൊരെണ്ണം കൂടെ അങ്ങ് പാഴ്സൽ പറഞ്ഞു. കാരണം അത് നല്ല രസമായിരുന്നു. ചെറിയൊരു മധുരം, അതിൻ്റെ അകത്ത് മിച്ചർ, കപ്പലണ്ടി, അങ്ങനത്തെ സാധനമൊക്കെ ഇട്ടു. അത് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതൊരെണ്ണം പാഴ്സലൂടെ മേടിച്ചു. ഞങ്ങൾ വേണ്ട അപ്പം തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുത്തെ ഓട്ടോയുടെയൊക്കെ കളർ കണ്ടോ, ഗ്രീനും ബ്ലാക്കും കൂടെ. പക്ഷേ നമ്മൾ മുംബൈ പോയപ്പം യെല്ലോയും ബ്ലാക്കും അല്ലായിരുന്നോ. ഇപ്പോൾ സൺസെറ്റൊക്കെ ആവാൻ പോവാം കേട്ടോ. ഇവിടെ പിന്നെ 2 സൈഡിലും ബിൽഡിങ് ആയതാണ്, വെയിലും ഇല്ല. ചെറിയൊരയപ്പം പോലെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടോ, ഇവിടെ പഴയ ടൈപ്പ് നമ്മുടെ ലിഫ്റ്റായിട്ടോ. ഇപ്പോൾ നമ്മൾ 2-3 ഹോട്ടലിൽ കയറിയപ്പോൾ നമ്മൾ കണ്ട് ഇത്തരത്തിലെ ലിഫ്റ്റുകളാണ് ഇവിടെ. നമ്മൾ ആദ്യം തുറന്നിട്ട്
നീക്കി അങ്ങനത്തെ. അപ്പം നമ്മൾ തിരിച്ച് റൂമിലെത്തി കേട്ടോ. അപ്പോഴേ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം. ഓക്കെ.